നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷൻ ഡിജിറ്റൽ സംവിധാനം സ്വിച്ച് ഓഫ് ചെയ്യാൻ സ്റ്റാർ ഗ്രൂപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം. ചെറുത്തു തോൽപ്പിക്കുമെന്ന് COA നേതാക്കൾ. മെഡിക്കൽ കോളേജ് നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ജനുവരി 4-ന് കാസർഗോഡ് ഹർത്താൽ. വ്യാപാരികളും ബസ് ഉടമസ്ഥരും ഹർത്താലിൽ പങ്കെടുക്കും. സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചതിലെ ക്രമക്കേട് 2 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കബഡി താരത്തിന്റെ കൊലപാതകം, അറസ്റ്റിലായ ഭാര്യയെ റിമാൻഡ് ചെയ്തു. ആം ആദ്മി നേതാവിന്റെ വീട് കത്തിച്ച കേസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിമാൻഡിൽ. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ രാജ്യം അംഗീകരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. മതേതരത്വം സംരക്ഷിക്കാൻ ജനം കൈകോർക്കണമെന്നും ഡീൻ. വാർത്തകൾ വിശദമായി. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാർ ഗ്രൂപ്പ് ചാനലുകൾ കേരള വിഷൻ ഡിജിറ്റൽ സംവിധാനം സ്വിച്ച് ഓഫ് ചെയ്ത നടപടിക്കെതിരെ വൻ പ്രതിഷേധം. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV ശൃംഖലയെ സമ്മർദ്ദത്തിലാഴ്ത്തി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സ്റ്റാർ ഗ്രൂപ്പിന്റെ ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് COA ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്റ്റാർ ഗ്രൂപ്പ് 40% നിരക്ക് വർധനമാണ് അടിച്ചേൽപ്പിച്ചത്. ഇതിനുവേണ്ടി ആഴ്ചകളോളം ചാനൽ തടഞ്ഞുവെച്ചാണ് സ്റ്റാർ ഗ്രൂപ്പ് വിലപേശൽ നടത്തിയത്. പ്രതിമാസം കോടിക്കണക്കിന് രൂപയുടെ വർധനമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 2016 ഡിസംബറോടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ സ്റ്റാർ ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളത്തിലെ ഏഷ്യാനെറ്റിന്റെ ചാനലുകൾ ഉൾപ്പെടെ അടങ്ങുന്ന സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ചാനലുകൾക്ക്, മലയാളിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അടങ്ങുന്ന സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ചാനലുകൾക്ക് വലിയ നിരക്ക് കൊടുത്തിട്ടാണ് അതിന്ന് നമ്മൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഈ പൂർത്തീകരണ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഒരു നിരക്ക് വർധനമാണ് സ്റ്റാർ ഗ്രൂപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് സിഗ്നൽ വിതരണം ചെയ്യുന്ന KCCL കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം നടപ്പാക്കിയ നിരക്ക് വർധനവിന്റെ പിൻബലത്തിൽ വീണ്ടും ഇതേ ആവശ്യമുന്നയിച്ച് COA പ്രതിസന്ധിയിലാക്കുകയാണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. വീണ്ടും നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത് ചെറുകിട സംരംഭകരെയും ഉപഭോക്താക്കളെയുമാകും ഏറ്റവും അധികം ബാധിക്കുക. എന്നാൽ ചാനലിനും കമ്പനിക്കും ഉപഭോക്താവിനും ഒരുപോലെ ലാഭകരമായ തുക നടപ്പിലാക്കുകയാണ് KCCLന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തികച്ചും സുതാര്യമാകാൻ പോകുന്ന കേബിൾ TV മേഖലയിൽ ഉപഭോക്താവിന് ആവശ്യമുള്ള ചാനൽ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം നിലവിൽ വരുന്നതോടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനാകുമെന്ന് KCCL MD AR ഹരിദാസ് പറഞ്ഞു. അതിനു മുൻപ് തന്നെ ഭീമമായ നിരക്ക് വർധന നടപ്പിലാക്കണമെന്ന സ്റ്റാർ ഗ്രൂപ്പിന്റെ ശാഠ്യ മനോഭാവത്തെ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരക്ക് വർധനവ് നടപ്പിലാക്കുക എന്നതിനപ്പുറം കേരളത്തിലെ ശക്തമായ കേബിൾ TV ഓപ്പറേറ്റർ സംഘടനയെ തകർക്കുകയാണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് COA ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് പറഞ്ഞു. വിതരണ ശൃംഖലയെ വൻകിട കോർപ്പറേറ്റുകൾ അടക്കി വാഴുന്ന സാഹചര്യത്തിൽ KCCLന്റെ സംഘടനാ ശക്തിയെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. പേ ചാനലുകളെ മുൻനിർത്തി സംഘടനയ്ക്കെതിരെ നടത്തുന്ന നീക്കത്തെ ശക്തമായി നേരിടുമെന്ന് COA വൈസ് പ്രസിഡന്റ് CR സുധീർ പറഞ്ഞു. അടുത്ത വർഷമാകുന്നതോടെ നിരക്ക് വർധനമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അതിനു മുൻപേ പ്രതിമാസം വൻപിച്ച തുക വർധനവ് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ COA ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റ് CR സുധീർ, KCCL MD AR ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിക്കൽ കോളേജ് നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധം കത്തുന്നു. മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്ന ജനുവരി 4-ന് കാസർഗോഡ് ഹർത്താൽ പ്രഖ്യാപിച്ചു. വ്യാപാരികളും ബസ് ഉടമസ്ഥരും പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഹർത്താൽ പൂർണ്ണമാകുമെന്ന് ഉറപ്പായി. കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധം പതിവിലുമേറെ ശക്തമാവുകയാണ്. കാസർഗോഡിനോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിഷേധം അലതല്ലുന്നു. മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട് 2 വർഷം കഴിഞ്ഞുവെങ്കിലും പ്രവൃത്തി തറക്കല്ലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. ഈ സാഹചര്യത്തിലാണ് 2ാം ഘട്ട പ്രക്ഷോഭവുമായി സമരസമിതി രംഗത്തെത്തിയത്. സമരത്തിന് നിരവധി സംഘടനകളാണ് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്ന ജനുവരി 4-ന് കാസർഗോഡ് ഹർത്താൽ പ്രഖ്യാപിച്ചു. നിശബ്ദ പ്രതിഷേധമെന്ന നിലയിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്ന് സമരസമിതി ചെയർമാൻ മാഹിൻ കെലോട്ട് പറഞ്ഞു. സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4-ാം തീയതി ഇവിടെ കാസർഗോഡ് വരുന്നു എന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും 4-ാം തീയതി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെയും സഹായത്തോടു കൂടി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 4-ാം തീയതി കാസർഗോഡ് ഹർത്താൽ ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് പോകും. വ്യാപാരികളും ബസ് ഉടമകളും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ ജില്ല നിശ്ചലമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. വിജയം കാണും വരെ സമരരംഗത്തുണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയും സഹകരണം ഈ ജനകീയ സമിതിക്കുണ്ടാവും. മുഖ്യമന്ത്രി വരുന്ന ദിവസം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധം എന്നതിൽ ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാതെ ഒരു കാരണവശാലും ഈ മുന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് ജനകീയ സമര സമിതിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത്. വരും കാലത്ത് അതിശക്തമായ സമരപരിപാടിക്ക് വരും ദിവസങ്ങളിൽ രൂപം നൽകുമെന്ന് ഈ അവസരം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും വിജയം കാണും വരെ സമരരംഗത്ത് ഉറച്ചു നിൽക്കാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളും നയങ്ങളും രാജ്യം അംഗീകരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. KGOU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ നിലപാടുകളും നയങ്ങളും ഏറെ മഹത്തരമാണ്. രാജ്യത്തെ മതേതരത്വത്തിന് ശക്തി പകരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മതേതരത്വവും ജനാധിപത്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏകകുതര സഹോദരങ്ങളെ പോലെ സമസ്ത വിഭാഗം ആളുകളെയും അണിനിരത്തുക എന്ന മഹത്തായ ലക്ഷ്യം അത് നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിനനുസരിച്ച് സഞ്ചരിക്കുവാൻ, മുൻപോട്ട് പോകുവാൻ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതിൻ്റെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനാ രംഗത്തും യുവജന, വിദ്യാർത്ഥി, മഹിള സമസ്ത രംഗങ്ങളിൽ കോൺഗ്രസിൻ്റെ കൈവഴികളായി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു ഉന്നത കാഴ്ചപ്പാടിനനുസരിച്ച് മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഏറെ അഭിമാനിക്കുകയാണ്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ നാലപ്പാടം, PK ഫൈസൽ, സാജിദ് മൗവൽ, P വേണുഗോപാൽ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചതിൽ ക്രമക്കേട് നടത്തിയ 2 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ജോയിന്റ് രജിസ്ട്രാറെയും അസിസ്റ്റന്റ് രജിസ്ട്രാറെയുമാണ് സസ്പെൻഡ് ചെയ്തത്. CBI കുറ്റപത്രം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കേന്ദ്ര സർവകലാശാലയിൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടിൽ സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറെയും അസിസ്റ്റന്റ് രജിസ്ട്രാറെയും സസ്പെൻഡ് ചെയ്തു. സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല വഹിച്ചിരുന്ന ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ S ഗോപിനാഥ്, ഫിനാൻസ് വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ K രാജീവൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന CBI കൊച്ചി യൂണിറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ സർവകലാശാല നടപടിയെടുത്തത്. കാസർകോട്ടെ മാതാ സെക്യൂരിറ്റി ഏജൻസിക്ക് സുരക്ഷാ ജോലിക്കാരെ പുറത്തുനിന്ന് നിയമിക്കാൻ കരാർ നൽകിയതിൽ ക്രമക്കേട് കാട്ടിയെന്നും മാതാ ഏജൻസിക്കു തന്നെ കരാർ കിട്ടാൻ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ചാണ് കേസ്. മാസങ്ങളായി നടക്കുന്ന CBI അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. CBI കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെയും മുമ്പുണ്ടായിരുന്ന ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെ ഇരുവർക്കും സസ്പെൻഷൻ ഉത്തരവ് നൽകി. ഉത്തരവിന് വ്യാഴാഴ്ച വരെയാണ് പ്രാബല്യം. എന്നുവരെയാണ് സസ്പെൻഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. CBI കുറ്റപത്രത്തിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് സർവകലാശാല അധികൃതർ പറഞ്ഞു. കബഡി താരത്തിന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സന്തോഷിന്റെ ഭാര്യ രഞ്ജിഷയെ കോടതി റിമാൻഡ് ചെയ്തു. 2ാം പ്രതിയാക്കിയാണ് രഞ്ജിഷയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്തൂരിനടുത്ത് കാര്യങ്കോട്ട് കബഡി താരം സന്തോഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് ചിത്താരിയിലെ KV രഞ്ജുഷയെയാണ് കേസന്വേഷിക്കുന്ന വെള്ളരിക്കുണ്ട് CI TP സുമേഷ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചനയിൽ പങ്കാളിയായ രഞ്ജുഷയെ 2ാം പ്രതിയാക്കിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി മനോജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇയാളിൽ നിന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രഞ്ജിഷയുമായി പ്രതി മനോജിന് അവിഹിത ബന്ധമുണ്ടെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനോജിന്റെയും രഞ്ജിഷയുടെയും മൊബൈൽ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രഞ്ജിഷയുടെ പങ്ക് വ്യക്തമായത്. രഞ്ജിഷയെ ഹോസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ആം ആദ്മി പാർട്ടി നേതാവിന്റെ വീട് കത്തിച്ച കേസിൽ ഒരാളെ കോടതി റിമാൻഡ് ചെയ്തു. ഉദുമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ മാങ്ങാടിനെയാണ് റിമാൻഡ് ചെയ്തത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്.
ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളുടെ വീട് കത്തിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ മാങ്ങാടിനെയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉദുമയിൽ നിന്നാണ് അൻവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ ഈ കേസിൽ 4 കോൺഗ്രസ് പ്രവർത്തകരെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. മാങ്ങാട് സ്വദേശികളായ പ്രജിത്ത്, വിജേഷ്, നാഗേഷ്, പ്രജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അൻവറിനെ വ്യാഴാഴ്ച രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കി. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ വെടിക്കുന്ന് വാർഡിൽ ആപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മീത്തൽ മാങ്ങാട്ടെ ഇബ്രാഹിമിന്റെ വീട് തീവെച്ച കേസിലാണ് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 12 പുലർച്ചെയാണ് ഇബ്രാഹിമിന്റെ വീട് അഗ്നിക്ക് ഇരയാക്കിയത്. അതേസമയം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാങ്ങാട് ടൗണിൽ പ്രതിഷേധ യോഗവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ വീട് കുത്തിത്തുറന്ന് കവർച്ച. കുമ്പള പഞ്ചായത്ത് മുൻ അംഗം ജയന്തിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ബന്ദിയോട് കരുവൂരിലെ ജയന്തിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. 54,000 രൂപയും 5 പവൻ സ്വർണവും നഷ്ടപ്പെട്ടു. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത്. ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ച റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജയന്തിയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീജിത്ത് പാലേരിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI വിപിൻ കുമാറാണ് സംവിധായകനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം. സിനിമാ ചിത്രീകരണത്തിനിടെ ചലച്ചിത്ര സംവിധായകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. പയ്യന്നൂരിലാണ് വ്യാഴാഴ്ച സംഭവം നടന്നത്. MLA മണിയും 10ാം ക്ലാസും ഗുസ്തിയും പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ശ്രീജിത്ത് പലേരിക്കാണ് ക്രൂരമർദ്ദനം ഏറ്റത്. പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സെറ്റിലെത്തിയ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI കൊല്ലം സ്വദേശിയായ വിപിൻ കുമാറാണ് സംവിധായകനെ മർദ്ദിച്ചത്. പോലീസ് ജീപ്പിൽ കയറ്റി മർദ്ദിച്ചതിന് പുറമെ സ്റ്റേഷനിലെത്തിയും SI മർദ്ദിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വണ്ടി ക്രെയിനിൻ്റെ ആരോട് പറഞ്ഞു, ക്രെയിൻ വണ്ടി കയറ്റാൻ വേണ്ടി പറഞ്ഞാൽ പോലീസ് സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു പോലീസ് വണ്ടി വന്നു. അതിനൊരു SI വിപിൻ കുമാർ എന്ന് പറഞ്ഞാൽ വരി, നീ പോലീസ് പറഞ്ഞ വണ്ടി കയറുകളാ വന്ന് അസഭ്യം അത് ചാനലിൽ പറയാൻ പറ്റില്ല. വന്ന് എൻ്റെ ചെവി പൊളി ഫസ്റ്റ് അടിച്ചു. എൻ്റെ അനിയൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ തടയാൻ ശ്രമിച്ചപ്പോൾ അനിയനെയും തല്ലി. പിന്നെ പുള്ളി 2 ഭാഗത്തും മാറി അടിച്ച് വണ്ടിയിലേക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കുറേ പേപ്പറുകൾ തന്നു. പ്രശ്നം അവിടെ ഇരുത്തി. അതിനിടയിൽ എനിക്ക് ഷുഗറിൻ്റെ ഒരു അസുഖമുണ്ട്, മെഡിക്കലൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവർ അറിയാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഷുഗർ ഡൗൺ ആയിട്ട് ഞാൻ അവിടെ അരമണിക്കൂറോളം പോലീസിൻ്റെ തറയിട്ട് സ്റ്റേഷനാക്കി. കഴിഞ്ഞ കുറേ ദിവസമായി തന്റെ പുതിയ ചിത്രത്തിന്റെ വർക്കുകൾ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും നടന്നുവരികയാണ്. വ്യാഴാഴ്ചയും പതിവ് പോലെ ഷൂട്ടിംഗ് നടന്നിരുന്നു. കർണപുടം തകർന്ന നിലയിലാണ്. ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് പലേരി. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച സംവിധായകനാണ് താനെന്നും മർദ്ദിക്കരുതെന്നും പറഞ്ഞുവെങ്കിലും മർദ്ദനം തുടരുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംവിധായകൻ. ബദിയടുക്ക ഹോളി ഫാമിലി കോൺവെന്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിച്ചു. 10,000-ഓളം രൂപയാണ് കുട്ടികൾ പിരിവെടുത്ത് നൽകിയത്. പഠനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയാവുകയാണ് ബദിയടുക്ക ഹോളി ഫാമിലി കോൺവെന്റ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇവർ പിരിച്ചെടുത്ത തുക സ്കൂൾ ലീഡറായ അഭിഷേക് തോമസ് ബാബുവും SV ശിശിരയും സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു. 450ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവയുടെ നല്ല പ്രവൃത്തിയെ മനസ്സറിഞ്ഞ് പ്രിൻസിപ്പൽ സിസ്റ്റർ റൂബി വർഗീസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലീമ ജോസ് എന്നിവർ പ്രോത്സാഹിപ്പിച്ചു. ഹോളി ഫാമിലി കോൺവെന്റ് പബ്ലിക് സ്കൂൾ ബദിയടുക്കലത്തെ കുട്ടികൾ ചെന്നൈയിലത്തെ ദുരിതത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ഇനി എന്താ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് വന്നു. അതിൻ്റെ ഫലമായിട്ട് 2 ദിവസം കൊണ്ട് അവർ സമാഹരിച്ച തുകയാണ് 10,400. ഇതൊരു വലിയ തുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അവരുടെ ഷെയറിംഗ് എന്ന മെൻറ്റാലിറ്റിക്ക് ഇത് വലിയ 10 ലക്ഷത്തിലധികം രൂപയുടെ ഒരു സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഞാൻ ഈ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ സ്വഭാവം അവനവനുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ള സ്വഭാവം കുട്ടികളിൽ ഉണ്ടായാലേ അവർ വലുതാകുമ്പോഴും അത് തുടരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് ഓൾ ദ സ്റ്റുഡൻസ്. സ്കൂൾ PTA പ്രസിഡന്റ് മാത്തുക്കുട്ടി വൈദ്യർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ KBKയുടെ ഉദ്ഘാടനം ഡിസംബർ 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും.
കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കർഷകർക്ക് വിത്തു മുതൽ വിപണി വരെ ഉൽപാദനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാനഗറിൽ പുതുതായി ആരംഭിക്കുന്ന KBKയുടെ ഉദ്ഘാടനം ഡിസംബർ 19-ന് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ഒരു കൃഷി ബിസിനസ് കേന്ദ്ര വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കൃഷി ബിസിനസ് കേന്ദ്ര നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വിദ്യാനഗറിൽ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ശ്രീ KP മോഹനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കാസർഗോഡ് MLA ശ്രീ എന്നെ നെല്ലിക്കുന്നാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കും. ജൈവ ഉൽപാദന ഉപാധികളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കൃഷി ബിസിനസ് കേന്ദ്രം മുഖേന പച്ചക്കറി വിത്തുകൾ, തൈകൾ, അലങ്കാര സസ്യങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീട കുമിൾനാശിനികൾ, പോട്ടിംഗ് മിശ്രിതം, ഉദ്യാന ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ KP വിജയകുമാർ, ഷാജു തോമസ് എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഔദ്യോഗിക ബ്ലോഗ് പ്രകാശനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസയാണ് ബ്ലോഗ് ഉദ്ഘാടനം ചെയ്തത്. കലോത്സവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ www.kalotsavam.ksd2016.blogspot.in എന്ന ബ്ലോഗ് സന്ദർശിച്ചാൽ ലഭ്യമാകും. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷററും മീഡിയ കമ്മിറ്റി വൈസ് ചെയർമാനുമായ MO വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. വേണുഗോപാലൻ, നഗരസഭാ അധ്യക്ഷ B. ഫാത്തിമ ഇബ്രാഹിം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൾ റഹ്മാൻ, PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ചന്ദ്രകല, ഹെഡ് മിസ്ട്രസ് അനിതാബായ്, പ്രസ് ക്ലബ് ട്രഷറർ വിനോദ് പായം എന്നിവർ സംബന്ധിച്ചു. കലോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങൾ, റിസൾട്ടുകൾ, പോയിന്റ് നിലവാരങ്ങൾ എന്നീ ആപ്പ് സ്റ്റോറുകളും സന്ദർശകർക്ക് എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. www.kalotsavam.ksd2016.blogspot.in എന്ന ബ്ലോഗ് വഴിയാണ് സന്ദർശകർക്ക് വിവരങ്ങൾ ലഭിക്കുക. കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് നബാർഡ് തയ്യാറാക്കിയ വായ്പാ സാധ്യതാ പദ്ധതിയുടെ രൂപരേഖ പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറാണ് പ്രകാശനം ചെയ്തത്. മുൻഗണനാ മേഖലകൾക്ക് വായ്പ നൽകേണ്ടതിന്റെ ആവശ്യകത കളക്ടർ ചൂണ്ടിക്കാട്ടി. ജില്ലയുടെ ഗ്രാമീണ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നബാർഡ് തയ്യാറാക്കിയ 2016-17 വർഷത്തേക്കുള്ള 3700 കോടിയുടെ വായ്പാ സാധ്യതാ പദ്ധതി രൂപരേഖ പ്രകാശനം ചെയ്തു. ബാങ്കുകൾക്കും വിവിധ വകുപ്പുകൾക്കും ആസൂത്രണ പ്രക്രിയയിൽ വായ്പാ സാധ്യതാ പദ്ധതി രൂപരേഖ സഹായകമാകുമെന്നും രൂപരേഖയുടെ പ്രകാശനം നിർവഹിച്ച ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ പറഞ്ഞു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിലേക്ക് 60% അഗ്രികൾച്ചറിന് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷന് 4%, ഹൗസിങ്ങിന് 14%, പിന്നെ റിന്യൂവബിൾ എനർജി 0.5%, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ 0.5%, അതേഴ്സ് 7%. അങ്ങനെയാണ് വരുന്നത്. മൊത്തത്തിൽ 3700 കോടി രൂപ, 64 ലക്ഷം രൂപയുടെ. ഡെപ്യൂട്ടി കളക്ടർ N. ദേവിദാസ്, PK മുഹമ്മദ് സാജിദ്, NK അരവിന്ദാക്ഷൻ, ബാങ്ക് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം വൈദ്യുതി കാര്യാലയത്തിൽ ശനിയാഴ്ച മുതൽ 1 മാൻ നെറ്റ് പ്രാവർത്തികമാക്കും. അതിനാൽ ശനിയാഴ്ച മുതൽ ബിൽ അടയ്ക്കുന്ന കൗണ്ടർ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമായിരിക്കുമെന്ന് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ അറിയിച്ചു. 1 മാൻ നെറ്റ് പ്രാവർത്തികമാക്കുന്നതോടുകൂടി ഈ വ്യാപ്തിയിലുള്ള ഉപഭോക്താക്കൾക്ക് കറന്റ് ബിൽ സംസ്ഥാനത്ത് ഏത് ഓഫീസിലും അടയ്ക്കാം. അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. SKSSFന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഗായകൻ VT മുരളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അറബിക് സർവകലാശാല ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് SKSSFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാനഗറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ VT മുരളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലെ മാപ്പിള പദങ്ങളും ശൈലികളും എന്ന പേരിൽ
എൻ്റെ പിതാവ് എഴുതിയിട്ടുള്ള ലേഖനമാണ് മലയാളത്തിലെ ആദ്യത്തെ ഈ കൊടുക്കൽ വാങ്ങലുകളെ, ഈ ആദാന പ്രദാനത്തിനെ പറ്റിയുള്ള ആദ്യത്തെ ഒരു ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയിലേക്ക് മുസ്ലിങ്ങൾ വഴി വന്നിട്ടുള്ള പദങ്ങളെക്കുറിച്ചും ശൈലികളെക്കുറിച്ചുമായിരുന്നു ആ ലേഖനം. അതിന്നും കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അച്ഛൻ്റെ മഞ്ചേരി എന്ന പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഈ ഭാഷയോടും ഈ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്കൂളുകൾക്കും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ അറബി ഭാഷയിലുള്ള പേരുകൾ. ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന കമ്മിറ്റി മെമ്പർ മുജീബ് ഫൈസി, ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി, ചെങ്കളം അബ്ദുള്ള ഫൈസി, സിദ്ദിഖ് നദ്വി, ബഷീർ ദാരിമി തളങ്കര എന്നിവർ പ്രസംഗിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നീണ്ട നാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. വ്യാഴാഴ്ചയാണ് കൺവെൻഷൻ നടന്നത്. INDUC സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും അർഹമായ അവരുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും നേടിയെടുക്കാൻ ഒരു സംഘടന എന്ന നിലയ്ക്ക്, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തന സംവിധാനം എന്ന നിലയ്ക്ക് ഉയർന്ന് പ്രവർത്തിക്കാൻ സംഘടനയ്ക്ക് കഴിയണമെങ്കിൽ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം വേണം, ഏക സംഘടനയായി മുന്നോട്ട് പോകണം എന്നൊരു കാഴ്ചപ്പാട് ഭാഗ്യവശാൽ നമ്മുടെ വാട്ടർ അതോറിറ്റീസ് അസോസിയേഷനിലെ വാട്ടർ അതോറിറ്റി മേഖലയിലുള്ള നമ്മുടെ സഹപ്രവർത്തകർ ധീരമായ തീരുമാനങ്ങൾ എടുക്കുകയും ഭൂരിഭാഗവും തൊഴിലാളികളും ജീവനക്കാരും കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കുടിക്കയിൽ അണിനിരക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അരമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ കാരിച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ജയപ്രകാശിനുള്ള ഉപഹാരം O പ്രകാശ് സമ്മാനിച്ചു. ജില്ലാ സെക്രട്ടറി KV വേണുഗോപാലൻ, TV വിനോദ് കുമാർ, AV വിജയൻ, MV സുരേന്ദ്രൻ, KV രമേശ് എന്നിവർ സംസാരിച്ചു. സംക്രമദിനത്തിൽ ദേവീപ്രസാദമായ അന്നദാനത്തിനായി പടന്നക്കാട് കുറുന്തൂർ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. ഇവിടുത്തെ പ്രധാന ആരാധനാ ദിനമാണ് സംക്രമം. സംക്രമദിനത്തിൽ ദേവീപ്രസാദമായ അന്നദാനം സ്വീകരിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. പടന്നക്കാട് ഗുരുവന്നൂർ കുറുന്തൂർ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ 20 വർഷമായി സംക്രമദിനത്തിൽ പ്രസാദവൂട്ടായി ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി വരുന്നത്. ക്ഷേത്രം മേൽശാന്തി മടിക്കൈ പെരികമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാനും ദേവീപ്രസാദമായ അന്നദാനം സ്വീകരിക്കാനുമായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തുന്നുണ്ട്. 20 വർഷത്തോളമായി, 20 വർഷത്തിലധികമായി അന്നദാനം നടന്നു വരുന്നു. 17 വർഷത്തോളമായി പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. അതിനും വർഷങ്ങൾക്ക് മുമ്പേ അന്നദാനം നടന്നു വരുന്നു. എല്ലാ സംക്രമദിനത്തിലും അന്നദാനം ഏകദേശം 500-600 ആളായിരുന്നു ആദ്യം. ഇപ്പോൾ 1500-2000 ആൾ പങ്കെടുക്കുന്ന അന്നദാനമാണ് എല്ലാ സംക്രമത്തിനും ഉള്ളത്. ക്ഷേത്ര കമ്മിറ്റിയെ കൂടാതെ അന്നപൂർണേശ്വരിയായ ദേവിക്കുള്ള സമർപ്പണമായി ഭക്തർ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് അന്നദാനം കാലാകാലങ്ങളായി നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷൻ ഡിജിറ്റൽ സംവിധാനം സ്വിച്ച് ഓഫ് ചെയ്യാൻ സ്റ്റാർ ഗ്രൂപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം. ചെറുത്തു തോൽപ്പിക്കുമെന്ന് COA നേതാക്കൾ. മെഡിക്കൽ കോളേജ് നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ജനുവരി 4-ന് കാസർഗോഡ് ഹർത്താൽ. വ്യാപാരികളും ബസ് ഉടമസ്ഥരും ഹർത്താലിൽ പങ്കെടുക്കും. സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചതിലെ ക്രമക്കേട് 2 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കബഡി താരത്തിന്റെ കൊലപാതകം, അറസ്റ്റിലായ ഭാര്യയെ റിമാൻഡ് ചെയ്തു. ആം ആദ്മി നേതാവിന്റെ വീട് കത്തിച്ച കേസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിമാൻഡിൽ. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ രാജ്യം അംഗീകരിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. മതേതരത്വം സംരക്ഷിക്കാൻ ജനം കൈകോർക്കണമെന്നും ഡീൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.